പ്രൈസ് ദി ലോർഡ്. വേൾഡ് ലൈറ്റ് മിഷൻ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് സൂര്യനെ ദൈവം സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:16 ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, സോ ഗോഡ് മെയ്ഡ് ദി 2 ലാർജർ ലൈറ്റ്സ്. ഒന്ന്, ദി സൺ ടു റൂളർ ഓവർ ദി ഡേ, പകൽ പ്രകാശിക്കേണ്ടതിന് വലിപ്പം കൂടിയ വെളിച്ചവും രാത്രി പ്രകാശിക്കേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും 2 വെളിച്ചങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ദി മൂൺ ടു റൂൾ ഓവർ ദി നൈറ്റ്, രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം. ഇംഗ്ലീഷ് പുസ്തകത്തിലും ചില ബൈബിളിലെല്ലാം അത് ചന്ദ്രനാണെന്നും വലിയ നക്ഷത്രം സൂര്യനാണെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. വാഴണമെന്ന് പറഞ്ഞാൽ അത് പ്രകാശിക്കണം, സർവ്വതിൻ്റെ മേലും വാഴണം. സൂര്യൻ പ്രകാശിക്കുന്നത് ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ജീവനുണ്ടാകുവാനും അത് ആഹാരം പാകം ചെയ്യുവാനും അത് മനുഷ്യൻ്റെ ആവശ്യത്തിനുമായി ദൈവം സൃഷ്ടിച്ചു. ചന്ദ്രനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ചന്ദ്രന് സ്വയമായിട്ട് പ്രകാശമില്ല എന്ന് വേദപുസ്തകം തന്നെ സാക്ഷിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ചന്ദ്രൻ 25-5 വചനത്തിൽ ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ, ദി മൂൺ ഈസ് നോട്ട് ബ്രൈറ്റ്, പ്രകാശമില്ല. ഉൽപ്പത്തി 1:3 വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദി ലൈറ്റ് അപ്പിയർഡ്, ദൈവം വിതച്ചു. ദൈവം വിതച്ചത് താൻ ഉണ്ടാക്കിയതിനെ എല്ലാം ദൈവം നോക്കി കണ്ടു, അത് എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ. ദൈവമാണ് വെളിച്ചത്തെ സൃഷ്ടിച്ചത്, ദൈവമാണ് പ്രകാശത്തെ സൃഷ്ടിച്ചത്. പ്രകാശമെന്ന് പറഞ്ഞാൽ ദൈവമാണ്. 1:2 ദി പവർ ഓഫ് ഗോഡ് വാസ് മൂവിങ് ഓവർ ദി വാട്ടർ, വെള്ളത്തിന്മേൽ മൂവിങ് ഉണ്ടായി, ചലനമുണ്ടായി. ഒന്ന്, ദി സ്പിരിറ്റ് ഓഫ് ദി ഗോഡ്, അത് പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. 2, എ വൈൻഡ് ഫ്രം ഗോഡ്, കാറ്റാകുന്ന ദൈവമാണ്. ദൈവം കാറ്റാകുന്നു. സം വൈൻഡ്, അത് ദൈവമാണ്. കാറ്റില്ല, ജീവനാണ്. ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമാണ്. വെളിച്ചം യേശുക്രിസ്തുവാണ്. ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മൾ പ്രകാശിക്കുമ്പോൾ നമ്മൾ സൂര്യനെ പോലെ പ്രകാശിക്കും. സൂര്യനെ ദൈവം സൃഷ്ടിച്ചതെങ്കിൽ അതിലും എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. എന്നിട്ട് മനുഷ്യനിൽ നിന്ന് വെളിച്ചം വരാറുണ്ടോ? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്നത് എന്താണ്? ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇരുട്ടാണെങ്കിൽ അത് രാത്രിയാണ്. അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടിൽ പ്രകാശിക്കുവാൻ ദൈവമാകുന്ന ക്രിസ്തുവാകുന്ന 10,000 സൂര്യനേക്കാൾ മനോഹരമായി പ്രകാശിക്കുന്ന സൂര്യനിൽ നിന്ന് പ്രകാശം ഗ്രഹിച്ച് വചനം ഗ്രഹിച്ച് അത് മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയായി തീരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വേൾഡ് ലൈറ്റ് മിഷനിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. ഇത് കാണുന്നവർക്കെല്ലാം നന്ദിയും കടമയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.